ഹായ് വെൽക്കം ടു എജുവേർഡ് ക്ലാസ്സസ്. നമ്മളിന്ന് സോഷ്യൽ വർക്കിലെ ലാസ്റ്റ് വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പോഷൻ പറയുന്നത്. പോഷൻ അഭിയാൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ പോഷൻ അഭിയാൻ അല്ലെങ്കിൽ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ ആണ്. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോഷൻ അഭിയാൻ, ഓൾസോ നോൺ as നാഷണൽ ന്യൂട്രീഷൻ മിഷൻ, is a significant initiative launched by Government of India with the aim of addressing and improving nutritional outcomes for vulnerable population including children, pregnant women and lactating mothers. So പോഷൻ അഭിയാൻ എന്ന് പറയുന്നത് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന് അറിയപ്പെടും. ഇത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പുതിയൊരു ഇനിഷ്യേറ്റീവാണ്, സിഗ്നിഫിക്കൻ്റ് ഇനിഷ്യേറ്റീവാണ്. സോ ഇവിടുത്തെ എയിം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യുക. അത് ഏത് പോപ്പുലേഷൻ, വൾണറബിൾ പോപ്പുലേഷൻ ആയിട്ടുള്ള ചിൽഡ്രൻസ്. സോ അതിൽ വരുന്ന ബെനിഫിഷ്യറീസ് ആണ് ആരൊക്കെ? ചിൽഡ്രൻസ്, പ്രഗ്നൻറ്റ് വിമൻ, ലാക്ടേറ്റിംഗ് മദേഴ്സ്. സോ ഇവർക്കുള്ള ന്യൂട്രീഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് പോഷൻ അഭിയാൻ നിലവിൽ വന്നത്. The program was officially launched on March 8, 2018 on the occasion of the International Women's Day and represent a comprehensive effort to combat malnutrition and related issues across the country. So ഈ പ്രോഗ്രാം ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് മാർച്ച് 8, 2018 സോ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ അന്നാണ് ഒഫീഷ്യലി ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. സോ ഇതിലൂടെ എന്തൊക്കെയാണ് എഫേർട്ട്? മാൽന്യൂട്രീഷൻ ഇല്ലാതാക്കുക എന്നുള്ള ഇഷ്യൂവുമായിട്ട് കൺട്രിയിലുടനീളം, ഇന്ത്യയിലുടനീളം മാൽന്യൂട്രീഷൻ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തത്. പോഷൻ അഭിയാൻ ഓപ്പറേറ്റ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് വിത്ത് കോർഡിനേഷൻ ഫ്രം വേരിയസ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ ഏജൻസീസ്. സോ പോഷൻ അഭിയാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ്. ഇനി ഇതിന് കോർഡിനേഷൻസ് പല സ്റ്റേറ്റുകളിൽ നിന്നും ഡിസ്ട്രിക്ട് ലെവൽ ഏജൻസീസിൽ നിന്നും കോർഡിനേഷൻസ് കിട്ടുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ് കൊലാബറേഷൻ വിത്ത് അതർ മിനിസ്ട്രീസ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ and international agencies to leverage additional resource and expertise. So ഇത് പ്രോപ്പർ ഈ സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല പല മിനിസ്ട്രീസ് തമ്മിലുള്ള കൊലാബറേഷനിലൂടെ ഇവിടെ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളും എക്സ്പെർട്ടൈസേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക ഒരു സ്കീമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിന് അതുപോലെ ഇൻ്റർനാഷണൽ ഏജൻസീസിൻ്റെയൊക്കെ സഹായം അല്ലെങ്കിൽ കൊലാബറേഷൻ ഈ ഒരു സ്കീമിന് കിട്ടുന്നുണ്ട്. ഇനി മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. സോ റിഡ്യൂസ് മാൽന്യൂട്രീഷൻ. A primary goal of Poshan Abhiyan is to significantly reduce the prevalence of malnutrition among children under the age of 5 as well as among pregnant women and lactating mother. This include addressing issues such as stunting, underweight and anemia. So primary Poshan Abhiyan primary aimil വരുന്നതാണ് മാൽന്യൂട്രീഷൻ. സോ മാൽന്യൂട്രീഷൻ ഇല്ലാതാക്കുക. അത് ആരിലൊക്കെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും അതുപോലെ പ്രഗ്നൻറ്റ് വിമൻസിലും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരിലുമുള്ള മാൽന്യൂട്രീഷൻ ഇല്ലാതാക്കുക. അതിലൂടെ സ്റ്റണ്ടിങ്, കുട്ടികളുടെ വളർച്ച മുരടിക്കുക, വെയിറ്റ് ഇല്ലാതാവുക, അനീമിയ, അങ്ങനെയുള്ള പല അസുഖങ്ങൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പോഷൻ അഭിയാൻ സ്കീം നിലവിൽ വന്നത്. അതുപോലെ നെക്സ്റ്റ് സ്ട്രാറ്റജിയാണ്, നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് പ്രൊമോട്ട് ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദ പ്രോഗ്രാം എയിം ടു എൻഷുർ ദാറ്റ് ചിൽഡ്രൻ റിസീവ് ദ നെസസറി ന്യൂട്രിയൻറ്റ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വിച്ച് ഇസ് ക്രൂഷ്യൽ ഫോർ ദ ഫിസിക്കൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. സോ അതുപോലെ തന്നെ കുട്ടികളിൽ അവർക്ക് ആവശ്യമായിട്ട് അവരുടെ ഹെൽത്ത് ഗ്രോത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ അവരുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ഹെൽത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അടുത്തത്. ഇനി എൻഹാൻസ് കൺവേർജൻസ്. പോഷൻ അഭിയാൻ സീക്ക് ടു ഇംപ്രൂവ് ദ കോർഡിനേഷൻ ആൻഡ് കൺവേർജൻസ് ഓഫ് വേരിയസ് ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻസ്. സോ പോഷൻ അഭിയാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പല ഗവൺമെൻറ് സ്കീംസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹെൽത്ത്, സാനിറ്റൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രോഗ്രാംസുകൾ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് അത് കൺവേർജ് ചെയ്ത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്. ദിസ് ഇൻവോൾവ് കൊളാബറേഷൻ across sectors such as health, education and development. സോ ഇതിൽ കൊളാബറേഷൻ എന്ന് പറയുന്നത് കൊളാബറേഷൻ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് വരും, എഡ്യൂക്കേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ്. സോ ഇതെല്ലാം കൺവേർജ് ചെയ്ത് വരുന്ന സ്കീമാണ് പോഷൻ അഭിയാൻ. Empower and engage communities. The initiative emphasizes community participation and awareness to foster a supportive environment for better nutrition practices. This includes educating families and communities about the importance of nutrition and healthy lifestyle
ചോയ്സസ്. സോ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവെയർനെസ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് ന്യൂട്രീഷൻ പ്രാക്ടീസ് നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ആ ഒരു അവെയർനെസ് കിട്ടുക, ന്യൂട്രീഷൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് അല്ലെങ്കിൽ കുട്ടികളുടെ ന്യൂട്രീഷൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, സോ അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചോയ്സുകൾ സോ ഇങ്ങനെയുള്ള കാര്യം കമ്മ്യൂണിറ്റിയിൽ എത്തിക്കുക, അതിനെ എംപവർ ചെയ്ത് കമ്മ്യൂണിറ്റിയെ എൻഗേജ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഹെൽത്തി പ്രാക്ടീസസുകളിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് പോഷൻ അഭിയാൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ്. പോഷൻ അഭിയാൻ, previously called National Nutrition Mission, is India's flagship program to improve nutritional outcome for children, pregnant women and lactating mothers. Abhiyan is multi-ministerial convergence mission with the vision of ensure attainment of malnutrition-free India by 2022. സോ പോഷൻ അഭിയാൻ്റെ ഒരു എയിമാണല്ലേ, 2022 കൂടി എന്ത് അറ്റൈൻ ചെയ്യാൻ വേണം? മാൽന്യൂട്രീഷൻ ഫ്രീ ഇന്ത്യ, മാൽന്യൂട്രീഷൻ ഇല്ലാതെ വരുന്ന മുക്തമായിട്ടുള്ള ഒരു ഇന്ത്യ 2022 കൂടി വരണം എന്നൊരു വിഷൻ അല്ലെങ്കിൽ ഒരു മിഷനോട് കൂടിയാണ് ഈ അഭിയാൻ വന്നത്. ഇറ്റ് ഈസ് റിയലി ഇസ് ആൻ overarching framework that seek to leverage funders, functionaries, technical resource and IEC activities from existing program and scheme such as Integrated Child ICDS, PMVVY, National Health Mission, Swachh Bharat Mission, National Rural Livelihood Mission, National Rural Employment Guarantee Assurance Act, the Public Distribution System. സോ ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകൾ, നിലവിലുള്ള പ്രോഗ്രാമുകളുടെ എല്ലാം സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് കിടക്കീഴിൽ വരുന്ന രീതിയിലാണ് ഈ പോഷൻ അഭിയാൻ വന്നത്. പല സെക്ടേഴ്സിലുള്ള ICDS പോലുള്ള അല്ലെങ്കിൽ PMVY, മാതൃവന്ദന യോജന, സോ ഇതൊക്കെ എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല സ്കീമുകളായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സ്കീം അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് പോഷൻ അഭിയാൻ is to reduce stunting across district with the highest malnutrition burden by improving utilization of key Anganwadi services and improving the quality of Anganwadi services delivery. സോ അതുപോലെ അടുത്തൊരു ഒബ്ജക്റ്റീവാണ് സ്റ്റണ്ടിങ് അക്രോസ്. സോ കുട്ടികളിലെ സ്റ്റണ്ടിങ് കുറയ്ക്കുക അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ അംഗൻവാടി സർവീസുകളിലൂടെ അല്ലെങ്കിൽ അതിലൂടെ അംഗൻവാടി സർവീസസിൻ്റെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള മാൽന്യൂട്രീഷൻ തുടച്ചു നിൽക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവുമായിട്ടാണ് പോഷൻ അഭിയാൻ വന്നത്. In addition, the Poshan Abhiyan explicitly recognized the need for convergence and coordination such that the benefit of multiple government schemes and programs reach women and children in the first 1000 days. So, പല പ്രോഗ്രാം കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് വിമൻസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ആദ്യത്തെ 1000 ദിവസം അവരിൽ എത്തിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്. സോ ഇതിൽ പ്രോമിനൻറ്റ് ഫീച്ചേഴ്സ്, പോഷൻ അഭിയാനിലെ പ്രോമിനൻറ്റ് ഫീച്ചേഴ്സാണ് പറയുന്നത്. ഹൈ ഇമ്പാക്റ്റ് പാക്കേജ് ഓഫ് ഇൻ്റർവെൻഷൻ വിത്ത് എ ഫോക്കസ് ഓൺ ദ ഫസ്റ്റ് 1000 ഡേ ഓഫ് എ ചൈൽഡ് ലൈഫ്. ഇവിടെ ഹൈ ഇമ്പാക്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ആദ്യത്തെ 1000 ദിവസത്തിന് ആണ് ഇമ്പോർട്ടൻസ്. സോ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസിൻ്റെയൊക്കെ ഒരു പാക്കേജ് ഇവിടെ പറയുന്നുണ്ട്. സ്ട്രെങ്തനിങ് ഡെലിവറി ഓഫ് ദിസ് ഹൈ ഇമ്പാക്റ്റ് പാക്കേജ് ഓഫ് ഇൻ്റർവെൻഷൻ. സോ ഇത് 1000 ദിവസം ആ കുട്ടിയുടെ ലൈഫിൽ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഹൈ ഇമ്പാക്റ്റോട് കൂടി കിട്ടണം. സോ അത് കിട്ടണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പല കാര്യങ്ങൾ, പുതിയ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യണം ആ ഒരു സിസ്റ്റം. സോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം? റീമോഡലിംഗ് ഓഫ് ന്യൂട്രീഷൻ മോണിറ്ററിംഗ് ത്രൂ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ICDS, CAS വിച്ച് ലിവറേജ് ടെക്നോളജി ഫോർ മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് മോണിറ്ററിംഗ്. സോ അതിനുവേണ്ടി ന്യൂട്രീഷൻ മോണിറ്ററിംഗ് നടത്താം. അതിനൊക്കെ റീമോഡൽ ചെയ്യുക. ICDSൻ്റെ പ്രോഗ്രാമുകളെയൊക്കെ കൂടുതൽ എലിവേറ്റ് ടെക്നോളജി അല്ലെങ്കിൽ മാനേജ്മെൻറ്റൊക്കെ കൂട്ടി മോണിറ്റർ ചെയ്ത് ഹൈ ലെവലിലോട്ട് ഒരു സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സോ അതൊരു മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ ആ ഒരു എയിം അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവിങ് കപ്പാസിറ്റി ഓഫ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ത്രൂ ദ ഇൻക്രിമെൻ്റൽ ലേണിംഗ് അപ്രോച്ച് മെക്കാനിസം. സോ ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ഈ അംഗൻവാടി സർവീസസിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്, ഈ മാൽന്യൂട്രീഷൻ കോമ്പാക്റ്റ് ചെയ്യുക. സോ അത് ചെയ്യണമെങ്കിൽ അതിനാവശ്യം ആരെയാണ്? അതിന് മുൻനിരയിൽ നിൽക്കുന്ന അംഗൻവാടി സർവീസസിൽ നിൽക്കുന്ന ആൾക്കാരിലൂടെയാണ് ഇത് പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻക്രിമെൻ്റൽ ലേണിംഗ് അപ്രോച്ച് മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവന്ന് മുൻനിരയിൽ നിൽക്കുന്നവരെ അവരുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എംഫസിസിങ് കൺവേർജൻ ആക്ഷൻ എമംഗ് ദ ഫ്രണ്ട് ലൈൻ വർക്ക് ഫോഴ്സസ് ഇൻക്ലൂഡിംഗ് ത്രൂ പെർഫോമൻസ് ലിങ്ക്ഡ് ജോയിൻറ്റ് ഇൻസെൻറ്റീവ് ഫോർ ദ 3 A's ആശ, അംഗൻവാടി ആൻഡ് ANM. സോ ഈ 3 ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള ഫ്രണ്ട് ലൈൻ വർക്ക് ഫോഴ്സ് അല്ലേ, ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ മുൻനിരയിൽ നിന്ന് ചെയ്ത് എടുക്കേണ്ട ആൾക്കാർ. സോ അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പെർഫോമൻസ് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസിനനുസരിച്ചുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു പ്രോഗ്രാമിലോട്ട് കൂടുതൽ എഫക്റ്റീവാക്കി മാറ്റാം. A focus on cross-sectoral convergence to emphasize the multi-dimensional nature of malnutrition, mapping of various schemes contributing towards addressing malnutrition. സോ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ന്യൂട്രീഷൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഒരു പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ. ഇതൊരു കമ്മ്യൂണിറ്റിയിലോട്ട് എത്തണമെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാം വേണം, ഒരു ഇത് വേണം. അതിന് കൊണ്ടുവന്നതാണ് ജൻ ആന്തോളൻ എന്ന് പറയും. എ ലാർജ് സ്കെയിൽ നാഷണൽ ന്യൂട്രീഷൻ ബിഹേവിയർ ചേഞ്ച് ക്യാമ്പയിൻ ദാറ്റ് യൂസസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്, മാസ് മീഡിയ ആൻഡ് അതർ അപ്രോച്ചസ്. സോ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റുകൾ അല്ലെങ്കിൽ മാസ് മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തുന്നു. ന്യൂട്രീഷനെ കുറിച്ചുള്ള ആ ഒരു ചേഞ്ച് മാറ്റിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ക്യാമ്പയിനാണ് ജൻ ആന്തോളൻ എന്ന് പറയുന്നത്. സോ പോഷൻ അഭിയാൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ക്യാമ്പയിനാണ് ജൻ ആന്തോളൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ലാസ്റ്റ് അതിൻ്റെ കീ ഫാക്ടർ ഒന്ന് നോക്കും. സോ ഇത് കീ കമ്പോണൻറ്റ്. സോ പോഷൻ അഭിയാൻ്റെ കീ കമ്പോണൻ്റ് ആണ് ലീഡർഷിപ്പ് ആൻഡ് എനേബിളിംഗ് എൻവയോൺമെൻറ്റ്, ഡെലിവറി ഓഫ് ഹൈ ഇമ്പാക്റ്റ് ഇൻ്റർവെൻഷൻസ്. പുതിയ തരത്തിലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ഇൻ്റർവെൻഷൻസ് ഡെലിവർ ചെയ്യുക, ഇൻക്ലൂഡിംഗ് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. സോ ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യുക. അറ്റ് സ്കെയിൽ മൾട്ടി സെക്ടറൽ കൺവേർജൻസ് ടു അഡ്രസ്സസ് അണ്ടർലൈൻ ഡ്രൈവേഴ്സ്. സോ അഡിക്വേറ്റ് ഫിനാൻസിങ് ആൻഡ് മോണിറ്ററിങ് ടു ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് ലേൺ. സോ ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങും അതുപോലെ അതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് പ്രോഗ്രസ് എത്രയൊക്കെ ട്രാക്ക് ചെയ്യാം. സോ ഇതൊക്കെയാണ് പോഷൻ അഭിയാൻ്റെ കീ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഈ നാഷണൽ ലെവൽ സെറ്റപ്പ് ആൻഡ് നീതി ആയോഗ് മാൻഡേറ്റ് ആണ് പറയുന്നത്. അറ്റ് നാഷണൽ ലെവൽ ഇറ്റ് സെറ്റപ്പ് ആൻഡ് ദ റോൾ ഓഫ് നീതി ആയോഗ് ആർ ക്രൂഷ്യൽ ഫോർ ഇറ്റ്സ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ആക്ട് സക്സസ്. സോ നാഷണൽ ലെവൽ ഇതിൻ്റെ പോഷൻ അഭിയാൻ സെറ്റ് ചെയ്യാനും അതുപോലെ നീതി ആയോഗിൻ്റെ റോളും വളരെ ക്രൂഷ്യലാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിൻ്റെ സക്സസ്സിനും. ഈ നാഷണൽ ലെവൽ സെറ്റപ്പ് എങ്ങനെയൊക്കെയാണ്? നാഷണൽ ലെവലിൽ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആണ്. സോ ലീഡ് മിനിസ്ട്രി. പോഷൻ അഭിയാൻ is spearheaded by Ministry of Women and Child Development. This ministry is responsible for overall പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് മോണിറ്ററിങ് ഓഫ് പ്രോഗ്രാം. സോ നാഷണൽ ലെവലിൽ പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്ത് ഇതിനാവശ്യമായിട്ടുള്ള പ്ലാനിങ്, എക്സിക്യൂഷൻസ് എല്ലാം നടത്തുന്ന മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേഷൻ, Ministry of Women and Child Development oversees the coordination between various central and state level agencies involved in programs in implementation. So ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അത് പലതരത്തിലുള്ള സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഏജൻസീസിന് കൺവേർജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, നാഷണൽ തലത്തിൽ വരുന്നതാണ്. അതിന് പോളിസി ഫോർമുലേഷന് സഹായിക്കുന്നതാണ്. ദ കമ്മിറ്റി chaired by Ministry of Women and Child Development is responsible for policy formulation, strategic planning and high-level decision making related to പോഷൻ അഭിയാൻ. സോ ഇതിനാവശ്യമായിട്ടുള്ള പോഷൻ അഭിയാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്, പ്ലാനിങ് ഒക്കെ നടത്തുന്നത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. കോർഡിനേഷൻ നടക്കുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് റിലവൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അലൈൻ വിത്ത് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് ആണ് നാഷണൽ കൗൺസിൽ ഓൺ ഇന്ത്യാസ് ന്യൂട്രീഷണൽ ചലഞ്ച്. അഡ്വൈസറി റോളാണ് നാഷണൽ കൗൺസിൽ ഓൺ ഇന്ത്യാസ് ന്യൂട്രീഷണൽ ചലഞ്ചിന്. ദിസ് കൗൺസിൽ പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ഓവർസൈറ്റ് ഓൺ ദ സ്ട്രാറ്റജിക് ഡിവിഷൻ ഓഫ് ദ മിഷൻ. സോ ഈ കൗൺസിലാണ് ഗൈഡൻസും അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ഡയറക്ഷൻസും ഒക്കെ ഈ മിഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് എക്സ്പേർട്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം വേരിയസ് സെക്ടേഴ്സ് ഹു അഡ്വൈസ് ഓൺ ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് പോളിസി അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ഈ ഒരു നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യാസ് ന്യൂട്രീഷണൽ ചലഞ്ചസിൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. പല വേരിയസ് സെക്ടേഴ്സിലുള്ള ആൾക്കാർ ചേർന്നിരുന്നിട്ടാണ് ഇതിനാവശ്യമായിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ്, പോളിസീസ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്.
ഇനി നീതി ആയോഗിൻ്റെ ഇതാണ് മാൻഡേറ്റ് ഇൻ ഷേപ്പിംഗ് പോഷൻ അഭിയാൻ. പോഷൻ അഭിയാൻ എന്ന് പറയുന്ന സ്കീം മാൻഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ കാരണമായ ഇതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. പോളിസി സപ്പോർട്ട് ആൻഡ് അഡ്വൈസറി റോളാണ് നീതി ആയോഗിനുള്ളത്. സ്ട്രാറ്റജിക് ഗൈഡൻസ്. നീതി ആയോഗ് പ്ലേസ് എ പ്രൈവറ്റൽ റോൾ ഇൻ ഷേപ്പിംഗ് ദ സ്ട്രാറ്റജിക് ഡിറക്ഷൻ ഓഫ് പോഷൻ അഭിയാൻ ബൈ പ്രൊവൈഡിങ് പോളിസി സപ്പോർട്ട് ആൻഡ് അഡ്വൈസറി സർവീസസ്. സോ പോളിസി സപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇതൊരു സ്ട്രാറ്റജിക് ഡയറക്ഷൻസ് കൊടുത്ത ഇത് ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഇതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് അലൈൻ വിത്ത് ബ്രോഡർ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഗോൾസ്. സോ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ പ്രൊവൈഡ് ചെയ്തൊരു നാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് പ്രൊവൈഡ് ചെയ്തത് നീതി ആയോഗാണ്. റിസർച്ച് അനാലിസിസിന് സഹായിച്ചിട്ടുണ്ട്. നീതി ആയോഗ് കണ്ടക്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് ടു ഐഡൻറ്റിഫൈ ഗ്യാപ്പ്, ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ന്യൂട്രീഷൻ സെക്ടർ, പ്രൊവൈഡിംഗ് എവിഡൻസ് ബേസ്ഡ് റെക്കമെൻഡേഷൻ ഫോർ പ്രോഗ്രാം ഇംപ്രൂവ്മെൻറ്റ്. സോ നീതി ആയോഗിൻ്റെ മറ്റ് സ്ട്രാറ്റജീസാണ് പറയുന്നത്. കോർഡിനേഷനും മോണിറ്ററിങ്ങിനും ഒക്കെ സഹായിച്ചിട്ടുള്ള അതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. സോ അതുപോലെ റിസോഴ്സ് അലോക്കേഷൻസ്, ആവശ്യമായിട്ടുള്ള റിസോഴ്സിന് ഫിനാൻഷ്യൽ പ്ലാനിങ്, സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സഹായിച്ചിട്ടുള്ളത് നീതി ആയോഗാണ്. അതുപോലെ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്, സോ ഇതെല്ലാം സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സോ ഇതെല്ലാം നീതി ആയോഗിൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ്. ഇത്രയും ഡീപ്പായിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. ഇനി മൾട്ടി സെക്ടറൽ കൺവേർജൻസ് ആൻഡ് പോളിസി ആക്ഷൻസ് ആണ്. എലിമിനേറ്റിംഗ് അണ്ടർ ന്യൂട്രീഷൻ റിക്വയർസ് ആക്ഷൻ അക്രോസ് മൾട്ടിപ്പിൾ സെക്ടേഴ്സ്. സോ അണ്ടർ ന്യൂട്രീഷൻ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സെക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെക്ഷൻ്റെ ആക്ഷൻസോട് കൂടിയാണത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കൂ. വിമൻ ആൻഡ് ചിൽഡ്രൻ മസ്റ്റ് റിസീവ് ഫുഡ് വിത്ത് അഡിക്വേറ്റ് എനർജി, പ്രോട്ടീൻ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് അറ്റ് സെയിം ടൈം ഹാവ് ആക്സസ് ടു സേഫ് വാട്ടർ, ഗുഡ് സാനിറ്റൈസേഷൻ ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. സോ കുട്ടികൾക്കും സ്ത്രീകൾക്കും ആവശ്യമായിട്ടുള്ള ഫുഡും ഇതൊക്കെ കിട്ടണമെങ്കിൽ, എനർജി എല്ലാം കിട്ടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വാട്ടർ, സോ അതുപോലെ സാനിറ്റൈസേഷൻ ഫെസിലിറ്റി വേണം, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. സോ ഇതിനെല്ലാം വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടി കൊണ്ടുവന്നിട്ട് ഒരുപാട് വേറെ സ്കീംസുകളുണ്ട്. സോ ഈ ഒരു പോഷൻ അഭിയാൻ്റെ കീഴിൽ വന്ന്, സോ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ എംപവർമെൻറ്റിന് വേണ്ടി, അവരുടെ ഹെൽത്ത് കൂട്ടാൻ, ഫിനാൻഷ്യൽ ബർഡൻ കുറയ്ക്കാൻ വേണ്ടി, സോ അതുപോലെ ന്യൂ നാഷണൽ ഹെൽത്ത് പോളിസി, സോ അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ് ടു 26 വീക്ക്. സോ 6 മാസം വരെ വർക്കിംഗ് ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള മെറ്റേണിറ്റി ലീവ് എക്സ്റ്റൻഷൻ, സോ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. ഇൻ ഇന്ത്യ ദ എക്സ്റ്റൻഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ് ടു 26 വീക്ക് അപ്രോക്സിമേറ്റ്ലി 6 months represent a significant advancement in supporting working mother and enhancing maternal and child health. മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ബെറ്റർ ചെയ്യാൻ വേണ്ടി വന്നൊരു നിയമമാണ് മെറ്റേണിറ്റി ലീവ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദിസ് എക്സ്റ്റൻഷൻ ഈസ് മാൻഡേറ്റഡ് ബൈ ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെൻറ്റ് ആക്ട് 2017 ഇത് അമെൻമെൻറ്റ് നടത്തിയത്, വിച്ച് വാസ് എനാക്റ്റഡ് ടു ഇംപ്രൂവ് ദ വെൽഫെയർ ഓഫ് പ്രഗ്നൻറ്റ് വിമൻ അലൈൻ വിത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. സോ പ്രഗ്നൻറ്റ് വിമൻ ആസ് വെൽ എസ് കുട്ടിയുടെ ക്വാളിറ്റിക്കും അല്ലെങ്കിൽ അവരുടെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കാലഘട്ടം കഴിയുന്നത് വരെ അവർക്ക് ഹെൽത്ത് ഇംപ്രൂവിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 2017 കൊണ്ടുവന്നത്. ദിസ് ഈസ് നോട്ട് വർത്തി ഇനിഷ്യേറ്റീവ് ടു എൻഷ്യൂർ ദാറ്റ് വർക്കിംഗ് വിമൻ ആർ ഏബിൾ ടു കണ്ടിന്യൂ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ ദെയർ ഇൻഫൻറ്റ് till the recommended age of 6 months. സോ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ടൈം ആണല്ലേ 6 months. സോ അപ്പോൾ അത്രയും കാലം ആ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനൊരു മെറ്റേണിറ്റി എക്സ്റ്റൻഷൻ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ലോഞ്ച് ഓഫ് ന്യൂമോകോക്കൽ വാക്സിൻ. സോ ന്യൂമോകോക്കൽ വാക്സിൻ PCV എന്ന് പറയും. സോ ഇത് ഇന്ത്യൻ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ അഡീഷനായിട്ട് കൊണ്ടുവന്നതാണ്. എയിംഡ് അറ്റ് കോമ്പാറ്റിംഗ് ന്യൂമോണിയ ആൻഡ് അതർ ഡിസീസസ് കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയക്കെതിരായിട്ട് കൊണ്ടുവന്നൊരു വാക്സിനേഷനാണ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് PCV റെപ്രസെൻറ്റ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ ഇംപ്രൂവിംഗ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് റിഡ്യൂസിങ് ദ ബർഡൻ ഓഫ് ന്യൂമോകോക്കൽ ഡിസീസസ്. ഇനി ഈ അസുഖം ഇന്ത്യയിൽ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് PCV എന്ന് പറയുന്നത്. ഇനി അതെന്തിനു വേണ്ടിയാണ്? പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, അതുപോലെ സ്ട്രാറ്റജിക് ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിവിഷൻ ഓഫ് കോസ്റ്റ് നോംസ് ഫോർ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ. On 20th September 2017, the government
government approved increase of cost norms for supplementary nutrition for the beneficiaries of Anganwadi services and for adolescent girls 11 to 14 years under the umbrella ICDS scheme, along with the annual cost indexation for increase in rates in future. So supplementary nutrition revised rate ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇതിൻ്റെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തത് സെപ്റ്റംബർ 20th 2017 സോ ഇത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് സ്കീം ഫോർ അഡോളസെൻറ്റ് ഗേൾസ്. സോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം ഈ ഒരു പോഷൻ അഭിയാൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്തതാണ് ലക്ഷ്യ എന്ന് പറയും, ലോഞ്ച് ഓഫ് ലേബർ റൂം ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്. സോ അതിന് ലക്ഷ്യ എന്ന് പറയും. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ലോഞ്ച്ഡ് ദ ലേബർ റൂം ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് കെയർ ബീയിങ് പ്രൊവൈഡഡ് ടു ദ പ്രഗ്നൻറ്റ് മദർ ഇൻ ദ ലേബർ റൂം ആൻഡ് മെറ്റേണിറ്റി ഓപ്പറേഷൻ തിയേറ്റർ to reduce preventable maternal and newborn mortality, morbidity and stillbirth associated with the care around delivery and ensure respectful maternity care. So ഈ ലക്ഷ്യയുടെ കീഴിൽ വന്നതാണ് മെറ്റേണിറ്റി സമയത്തുള്ള പ്രഗ്നൻറ്റ് ലേബർ റൂമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മെറ്റേണൽ ഡേറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു മെറ്റേണിറ്റി കെയർ വന്നത്. നെക്സ്റ്റ് ഹോം ബേസ്ഡ് കെയർ ഓഫ് യങ് ചൈൽഡ് പ്രോഗ്രാമാണ്. സോ ഇത് ലോഞ്ച് ചെയ്ത് 2018 സോ എയിം ടു പ്ലഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് സിസ്റ്റം കോൺടാക്ട് വിത്ത് ഫാമിലി വിച്ച് എൻഡ് അറ്റ് 42 days ഓഫ് ലൈഫ് ബിയോണ്ട് ആശാസ് ഓൺലി കണ്ടക്ട് ഹൗസ് ഹോൾഡ് വിസിറ്റ് അറ്റ് 9 to 15 to 18 month of age to mobilize the children for immunization. സോ ഹോം ബേസ്ഡ് കുട്ടികൾക്ക് ആശാ വർക്കേഴ്സിലൂടെ അവർക്ക് 42 days ഓഫ് ലൈഫ് 42 ദിവസം കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള വാക്സിനേഷൻ എടുപ്പിക്കാനും ആവശ്യമായിട്ടുള്ള വീട്ടിൽ വന്ന് ആശാ വർക്കേഴ്സ് വന്ന് വാക്സിനേഷൻ എടുത്തോ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ് ഹോം ബേസ്ഡ് കെയർ ഓഫ് യങ് ചൈൽഡ് എന്ന് പറയുന്നത്. അനീമിയ മുക്ത് ഭാരത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനീമിയ റിലേറ്റഡ് ചെയ്തിട്ടുള്ള. സോ ഇതിൽ അടുത്ത നോട്ടബിളായിട്ട് അഡീഷണൽ സബ് സ്കീംസിൽ വരുന്നതാണ് MGNREGA, ദീൻ ദയാൽ. സോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാത്തത്. സോ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, സോ ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ജൻ ആന്തോളനാണ്. സോ ഹോണറബിൾ പ്രൈം മിനിസ്റ്ററാണ് ഫോർമലി ലോഞ്ച് ചെയ്തത് പോഷൻ അഭിയാൻ മാർച്ച് 2018. സോ അതിൽ വിഷൻ ടു ക്രിയേറ്റ് കുപോഷൻ മുക്ത് ഭാരത് ആണ്. സോ ഇതാണ് മാൽനറിഷ്ഡ് ആയിട്ട് കുട്ടികളെ ഇല്ലാതാക്കുക അങ്ങനെയുള്ളൊരു രീതി, മാൽനറിഷ്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ള 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ. സോ അതാണ്. സോ ഇതിൻ്റെ 4 പില്ലേഴ്സായിട്ട് പറയുന്നത്, പോഷൻ അഭിയാൻ്റെ 4 പില്ലേഴ്സ് പറയുന്നതാണ് കൺവേർജൻസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, മോണിറ്ററിംഗ് ആൻഡ് ജൻ ആന്തോളൻ എന്നാണ് പറയുന്നത്. ഇനി പോഷൻ മാ, the objective of Rashtriya Poshan Ma is to ensure that every child under 6 years of age is weighed, every newborn receive home visit and message of nutrition become a part of household conversation. For making Poshan Ma successful, strategizing was undertaken at 2 levels. So രാഷ്ട്രീയ പോഷൻ മാ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾ 6 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും വെയിറ്റ് ചെക്ക് ചെയ്ത് ന്യൂബോൺ കുട്ടികളെ അവരെ വീട്ടിൽ ചെന്ന് വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ അതാണ് പോഷൻ മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് 2 സ്ട്രാറ്റജീസിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ട്രെയിനിങ് ഓഫ് ഓൾ ദ ഫീൽഡ് ലൈൻ വർക്കേഴ്സ് ഫോർ ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറി ആൻഡ് 100% കവറേജ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് സെപ്റ്റംബർ. സോ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 100% സെപ്റ്റംബർ മന്തോടുകൂടി 100% കവറേജ്. അതുപോലെ മാസ് അവയർനെസ് ക്യാമ്പയിൻ ഫോർ ദ പബ്ലിക്, ബെനിഫിഷ്യറീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ ഇതിനെക്കുറിച്ചുള്ള മാസ് അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കുക. All the activities in Poshan Ma are centered around 8 identified key messages. So 6 key messagesലൂടെയാണ് ഈ പോഷൻ മാ പോണത്. ആൻറ്റിനേറ്റൽ കെയർ, ഒപ്റ്റിമൽ ബ്രസ്റ്റ് ഫീഡിംഗ്, കോംപ്ലിമെൻ്ററി ഫീഡിംഗ്, അനീമിയ, ഗ്രോത്ത് മോണിറ്ററിംഗ്, ഗേൾസ് എഡ്യൂക്കേഷൻ, ഡയറ്റ്, റൈറ്റ് ഏജ് ഓഫ് മാരേജ്, ഹൈജീൻ ആൻഡ് സാനിറ്റൈസേഷൻ, ഈറ്റ് ഹെൽത്തി, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. സോ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത MCQൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 25 കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെയാണ്. ഈ ഡാഷ് സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ചെയിൻ സാമ്പിളിംഗ്. ചെയിൻ സാമ്പിളിംഗ് എന്നറിയപ്പെടുന്നത് സ്നോബോൾ സാമ്പിളിങ്ങിനെയാണ്. എ സാമ്പിളിംഗ് മെത്തേഡ് ഇൻ വിച്ച് ദ റിസർച്ചർ ഐഡൻറ്റിഫൈസ് എ ടിപ്പിക്കൽ കേസ് ഫസ്റ്റ് ആൻഡ് ഐഡൻറ്റിഫൈ അതർ യൂണിറ്റ് ത്രൂ ദ നോമിനേഷൻ ബൈ ദ
ഐഡൻറ്റിഫൈഡ് കേസസ് നോൺ ആസ്, സോ അതിന് സ്നോബോൾ സാമ്പിളിംഗ് എന്നാണ്. സോ സാമ്പിളിംഗ് മെത്തേഡിൽ റിസർച്ചർ ആദ്യം ഒരു ടിപ്പിക്കൽ കേസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ നിന്ന് പുതിയ ആൾക്കാരെ നോമിനേഷനിലൂടെ അടുത്ത കേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ സ്നോബോൾ സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. ഡാഷ് ഓൾസോ നോൺ ആസ് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ. സോ പോഷൻ അഭിയാനാണ്. 29 പോഷൻ അഭിയാൻ ലോഞ്ച്ഡ് ഓൺ March 8, 2018 എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് ആൻഡ് കീ ഒബ്ജക്റ്റീവ് ഓഫ് പോഷൻ അഭിയാൻ. പോഷൻ അഭിയാൻ്റെ കീ ഒബ്ജക്റ്റീവിൽ വരാത്തത് ടു റിഡ്യൂസ് ഡ്രോപ്പ് ഔട്ട്സ് ആണ്. 31 ബെനിഫിഷ്യറീസ് ഓഫ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത് ചിൽഡ്രൻ, പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് ലാക്ടേറ്റിംഗ് മദർ ആണ്. സോ ഓൾ ആണ് ആൻസർ വരുന്നത്. 32 ഡാഷ് പ്ലേസ് എ pivotal role in shaping the strategic direction of Poshan Abhiyan, providing policy support and advisory services. So Niti Aayog ആണ്. 33 dash scheme which is to provide comprehensive and integrated health services to all citizens. So Ayushman Bharat ആണ്. 34 dash is a program in Kerala that provide psychosocial care and support to children in conflict with law. So അത് കാവൽ ആണ്. 35 dash provide technical and scientific support for കാവൽ programs. NIM HANS ആണ്. കാവൽ was initiated in 2015 ആണ്.